കാലവർഷക്കാലം തീരദേശവാസികൾക്ക് ഭീതിയുടെയും ദുരിതത്തിന്റെയും ദിനങ്ങളാണ്. ശക്തമായ തിര വീടിനടക്കം ഭീഷണിയാകുമ്പോഴും ചേലക്കാട് പാനൂർ മേഖലയിലെ തീരദേശ മേഖലയ്ക്ക് കടൽഭിത്തി എന്ന വാഗ്ദാനം തിര കവർന്നതുപോലെയാണ്. കരയിലേക്ക് കയറുന്ന ഓരോ തിരയും കടലോളം ആശങ്കയാണ് ഇവർക്ക് നൽകുന്നത്. കാലവർഷക്കാലം മലയോര നാട്ടുകാർക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയുമാണെങ്കിൽ മഴക്കാലം ഇടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കത്തിന്റെയും ദുരിതത്തിന്റെയും ഭീഷണിയാണ് നൽകുന്നത്. തീരദേശവാസികൾക്കിത് കിടപ്പാടം കൂടി കടലമ്മ കവരുന്ന കാഴ്ചകളാണ് എങ്ങും. ഓരോ മഴക്കാലത്തിന്റെയും വരവ് ഉറക്കമില്ലാത്ത രാത്രികളാണ് തീരദേശത്തെ ജനതയ്ക്ക് സമ്മാനിക്കുക. കടലിനും കരയ്ക്കുമിടയിൽ പണ്ടെങ്ങോ തീർത്ത ഒരു സാങ്കല്പിക അതിരുണ്ടായിരുന്നു. അതൊക്കെ കയ്യേറി കടലമ്മ ഓരോ മഴക്കാലത്തും വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ അടുക്കള പിന്നാമ്പുറത്ത് വന്നു നിൽക്കും. കടലോര മക്കൾക്ക് അന്നം തരുന്നതും ജീവിത സാഹചര്യങ്ങളിലെല്ലാം നൽകുന്നതും കടലമ്മയാണ്. അതുകൊണ്ട് തന്നെ അതിര് കടന്ന് അടുത്തെത്തിയ കടലിനോട് മല്ലിടാൻ നിൽക്കാതെ ചിലർ കിടപ്പാടമടക്കം മാറ്റി സ്ഥാപിക്കും. ചിലപ്പോൾ അതിനുള്ള സമയം പോലും നൽകാതെ വീടുകളടക്കം കടൽ കൊണ്ടുപോകും. ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഒരു തിര കൊണ്ട് കടലെടുക്കുമ്പോൾ ദുരിതത്തിന്റെ ആഘാതം പഠിക്കാൻ അധികൃതരെത്തും. പിന്നെ ചില ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ. ഇതെന്റെ വീടാണ്. എൻ്റെ പേര് മഹിളാമണി എന്നാണ്. ഞങ്ങൾ 33 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുക. ഇന്ന് കാണും നാളെ കാണുമെന്ന് പറഞ്ഞ് സേവാള് കേടുവെന്നും പറഞ്ഞിരുന്ന് ഞങ്ങൾ 13 ദിവസം സമരം ചെയ്തതിൻ്റെ പേര് കിട്ടിയതായി ചാക്ക്. അതിപ്പോൾ ഇടിഞ്ഞ് തീരാറായി. ഒന്നിനും ഇതിന് മെയിൻ്റനൻസ് ചെയ്യണം, അല്ലെങ്കിൽ സീവാള് വരണം. ഇവിടെ ഇത്രയും ഭാഗത്തേ ഉള്ളൂ സീവാളില്ലാത്ത, ബാക്കി എല്ലായിടും സീവാളുണ്ട്. അന്ന് സമരം ചെയ്താൽ പറഞ്ഞു ഉടനെ കല്ലുണ്ട്, ഇപ്പം താൽക്കാലികത്തേക്ക് ഇടുവാന്നാ പറഞ്ഞ. അങ്ങനെ പറയാം, അല്ലെ ഞങ്ങൾ ഈ ചാക്ക് കുടിയിപ്പിക്കത്തില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം കാണുന്ന കടലും വീടുമായിട്ടുള്ള ദൂരം. ഇതെന്തോ ഞങ്ങളുടെ ജീവിതം വരെ മുട്ടിയിരിക്കുക. കടലേറ്റത്തിന് തടയിടാൻ സ്ഥിരം സംവിധാനം ഉണ്ടാകണം എന്ന ജനങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ ചില താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാക്കി നൽകുന്നതാണ് പിന്നീട് ദുരിതമാകുന്നത്. കടലിനെ മെരുക്കാൻ ഉറപ്പുള്ള കടൽഭിത്തികൾക്ക് പകരം മണൽ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകളല്ല ആവശ്യം. എല്ലായിടത്തും കടൽഭിത്തികളില്ല എന്നല്ല, എന്നാൽ ചിലയിടങ്ങളിൽ അവസ്ഥ ദുർബലമാണ്. പടിഞ്ഞാറ് ഏരിയയിലുള്ള വീടുകൾക്ക് ഈ അവസ്ഥ. ഈ പടിഞ്ഞാറ് ഏരിയയിലുള്ള വീടുകൾ സമയം കടലിൻ്റെ ഭീഷണി. എന്നിട്ട് ഈ വെക്കലും വെള്ളം എല്ലാം കൂടെ കിഴക്കോട്ട് കയറി കഴിഞ്ഞിട്ട് പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ കോളറ, ഛർദിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം എക്കലും വെള്ളം അടിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നു. ഓരോ വർഷവും ഓരോ കാലങ്ങളിലും ഭരിക്കുന്നവരും എടുക്കുന്നവരും നമുക്ക് ഇന്നത് ചെയ്തു തരാം എന്നുള്ള വാഗ്ദാനം നമ്മൾ ആര് നമ്മളെ സഹായിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. അത് ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് അന്ന് പറഞ്ഞത് 10 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞാൽ അന്ന് ഞങ്ങളിത് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ തടസ്സം നിന്നതാണ്. ഞങ്ങൾക്കിത് വേണ്ട, ഇത് ഞങ്ങൾക്കറിയാമല്ലോ ഈ കടൽ തീരത്ത് ഇതുകൊണ്ടൊന്നും ശാശ്വതം ആകത്തില്ലെന്ന്. പക്ഷേ അവർ അന്ന് പറഞ്ഞ് 9 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കിത് ചെയ്തു തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് ഓക്കെ എന്തെങ്കിലും ഒരു അത്താണി ആകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം അതും വേണ്ട കീറി അങ്ങോട്ട് ഉരുണ്ടു പോകുന്നു. കരുതുള്ളുന്ന കാലം കരകയറാനെത്തുന്ന കടലിനെ അതിർത്തിക്കപ്പുറത്തു തന്നെ തളച്ചിടണം. ഒരു ജന്മത്തെ മനുഷ്യാധ്വാനത്തിലൂടെ നേടിയെടുത്തതൊന്നും ഒരു തിര കയറി തിരിച്ചു പോകുമ്പോൾ കടലിനെ കൊണ്ടുപോകാൻ വിട്ടുകൊടുത്തുകൂടാ. ശക്തമായ കടൽ ഭിത്തികളോ ടെട്രോപോഡുകളോ സ്ഥാപിച്ച് കടൽക്ഷോഭത്തെ തടയാൻ അടിയന്തര നടപടികളാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.